സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. GST പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം സംബന്ധിച്ച ആശങ്ക കൂടിക്കാഴ്ചയിൽ അറിയിക്കും. BJP ഇതര സംസ്ഥാന സർക്കാരുകളിലെ ധനമന്ത്രിമാരുടെ യോഗവും ഇന്നുണ്ട്. GST ഇളവ് സംബന്ധിച്ച നയപരമായ തീരുമാനത്തിൽ ഏകോപനമുണ്ടാക്കണം. അതാണ് യോഗത്തിന്റെ ലക്ഷ്യം. അച്യുതനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുക. അച്യുതൻ, പറയൂ. സ്മിത, ഇന്ന് ഡൽഹിയിലാണ് നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നത്. അതായത് ഈ GST പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിൽ അതായത് BJP ഇതര സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ ആദ്യ വാരമാണ് GST കൗൺസിൽ യോഗം ചേരുന്നത്. അതിന് മുന്നോടിയായാണ് BJP ഇതര ഭരണ സംസ്ഥാനങ്ങൾ, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഇന്ന് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിൽ നിന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമായും പുതിയ പരിഷ്കരണം ഏർപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം സംബന്ധിച്ചുള്ള ആശങ്ക അത് ഈ യോഗത്തിൽ അറിയിക്കും. അതെങ്ങനെ മറികടക്കാനാകും എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത കേന്ദ്ര ധനമന്ത്രിയോട് തേടും എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതായത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവ് സംഭവിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വരുമാനം കുറയുമ്പോൾ അതെങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് എന്താണ് അതിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്കുള്ള വ്യക്തത എന്നത് സംബന്ധിച്ചായിരിക്കും ഈ ഇന്നത്തെ യോഗത്തിൽ ധനമന്ത്രിമാർ ചോദിക്കുക. അതിലൊരു ഉത്തരം ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം കഴിഞ്ഞ GST സമയത്ത് പോലും സംസ്ഥാനങ്ങൾക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ പരിഷ്കരണം കൂടി വരുമ്പോൾ ഏതാണ്ട് 10,000 കോടി രൂപ വരെ കുറയാൻ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇതിനായിട്ടുള്ള എന്താണ് ഇതൊക്കെ മറികടക്കാനുള്ള പോംവഴികൾ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് ഈ യോഗത്തിൽ ധനമന്ത്രിമാർ ഉന്നയിക്കും. അതിലെന്താണ് കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നിർണായകമാണ്. ഈ യോഗത്തിന് ശേഷം കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കേന്ദ്ര ധനമന്ത്രിയെ അറിയിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.